നമ്മളുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ജീൻസും ക്രോമസോംസും ആണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് 3 ചെറിയ യൂണിറ്റുകളാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് DNA, വാട്ട് ഈസ് ജീൻ ആൻഡ് വാട്ട് ഈസ് ക്രോമസോം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. സോ നമ്മളിൽ ഏതൊരു ഓർഗാനിസവും is made up of cells. Within that cell we can see nucleus, and inside nucleus is our genetic material which is in the form of chromosome. So നമ്മളുടെ genetic material എന്ന് പറയുന്നത് DNA ആണ്. ഈ DNA in the form of chromosome ആണ് നമ്മളുടെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിൽ ഇരിക്കുന്നത്. സോ സെൽസ് നമ്മളുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ക്രോമസോം എന്ന് പറയുന്നത് ഈ DNAയുടെ ഒരു ലോങ് മോളിക്യൂൾ ആണ്. പിന്നെ നമ്മളുടെ DNA ആയിട്ടുണ്ട്. ആൻഡ് ദിസ് DNAന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അതാണ് നമ്മളുടെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ സെക്ഷൻ അല്ലെങ്കിൽ സ്മോൾ പാർട്ട് ഓഫ് DNA which determines a particular feature. വെറുതെ ഒരു പാർട്ടായാൽ മാത്രം പോരാ, അതിനൊരു ഫങ്ഷൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അതിന് ഫങ്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it should produce a protein and that protein will do the needed function. Okay, so let's see what is chromosome. So ഇതാണൊരു basic structure എന്ന് പറയുന്നത്. And chromosome is a long thread-like structure made up of DNA and protein. So DNA മാത്രമല്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു യെല്ലോ കളേർഡ് DNA കാണാം. ഈ DNAനെ ഒത്തിരി പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ അത് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നത്. So chromosome എന്ന് പറയുന്നത് long thread-like structure made up of DNA and protein. And DNA ആയിട്ട് associate ചെയ്ത് കാണുന്ന main proteins ആണ് നമ്മൾ histones എന്ന് പറയുന്നത്. So this chromosome carries our genetic information. Of course, our genetic information lies in our DNA, so that we can tell that it carries genetic information, and that genetic information will be in the form of genes. പറഞ്ഞു ഈ ഒരു DNAന്റെ പെർട്ടിക്കുലർ റീജിയൻസ് ആണ് എന്ത്, സ്മോൾ പാർട്സ് ആണ് ഈ ജീൻസ്. വെറുതെ ഇങ്ങനെ ഒരു സ്മോൾ പാർട്ടായാൽ മാത്രം പോരാ, അതൊരു ഫങ്ഷൻ കൂടി ചെയ്യണം. സോ ഓഫ് കോഴ്സ് നമ്മളുടെ ഈ ക്രോമസോംസ് എല്ലാം കാണുന്നത് ന്യൂക്ലിയസിന്റെ അകത്താണ്. ആൻഡ് ദീസ് ആർ വിസിബിൾ അണ്ടർ എ മൈക്രോസ്കോപ്പ് ഓൺലി ഡ്യൂറിങ് സെൽ ഡിവിഷൻ. ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാണാം. നല്ല വിസിബിൾ ആയിട്ട് നിൽക്കുക നമ്മുടെ സെൽ ഡിവിഷനിൽ തന്നെ മെറ്റാഫേസിൽ ആണ് എപ്പോഴും ഈ ഒരു സ്ട്രക്ചർ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി തരാം. ഓക്കെ, സോ they ensure accurate distribution of DNA to daughter cells. എന്താണ് ഈ ക്രോമസോം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സെല്ല് ഒരു ജീവിയിൽ നിന്നും അടുത്ത ജീവി ഉണ്ടാവുന്നു ത്രൂ റീപ്രൊഡക്ഷൻ. സോ അവിടെ ഒരു ഗാമറ്റിക് സെൽസ് ഉണ്ടാവും. ആ ഒരു ഗാമറ്റിക് സെൽസിലൂടെ ഒരു ഓർഗാനിസം അതിന്റെ ഒത്തിരി തലമുറ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇവരെന്ത് ചെയ്യുന്നു, ensure accurate distribution of DNA to daughter cells. കാരണം നമ്മൾ സെൽ ഡിവിഷനിൽ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ക്രോമസോമിനെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ സെല്ലിലോട്ടും കൊടുക്കുന്നത്. ആൻഡ് യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഹ്യൂമൻസ് ഹാവ് 46 ക്രോമസോം. അത് 23 പെയർസ് ആയിട്ടാണ് നമ്മളിൽ കാണുന്നത്. സോ അതിൻ്റെ ഒരു അൾട്രാ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്രോമസോംസ് നമുക്ക് ഈ ഒരു ഫോമിലും കാണാം, ഈ ഒരു രീതിയിലും കാണാം. സോ ഈ ഒരു സിംഗിൾ ലൈനായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറിന് നമ്മൾ എപ്പോഴും ക്രൊമാറ്റിഡ് എന്നാണ് പറയാം. സോ ഇതിൻ്റെ അകത്ത് വി ക്യാൻ സി ഒരു സെൻട്രൽ റീജിയൻ ഉണ്ട്, ദെൻ 2 ആംസ് ഉണ്ട്. One arm will be short and other will be long. And this short arm സ്ട്രക്ചറിനെ നമ്മൾ പി ആം എന്നും ലോങ് ആമിനെ ക്യു ആം എന്നും പറയും. പിന്നെ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, ഇത് സിംഗിൾ ക്രോമസോം, ഇത് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം. സോ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് നേച്ചറിലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് 2 ഐഡന്റിക്കൽ ക്രോമാറ്റിഡ്. സോ ക്രോമാറ്റിഡ് എന്ന് പറയുമ്പോൾ ക്രോമാറ്റിഡ് ഈസ് വൺ ഓഫ് ദി 2 ഐഡന്റിക്കൽ ഹാഫ്. ഈ 2 ഐഡന്റിക്കൽ ഹാഫ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ ക്രോമാറ്റിഡ് എന്ന് പറയുക. സോ എപ്പോഴായിരുന്നു ഇത് ഉണ്ടായത്, നമ്മൾ
സെൽ സൈക്കിൾ പറഞ്ഞ സമയത്ത് ഇന്റർഫേസിൽ G1ഉം Sഉം G2 ഉണ്ട്. അപ്പൊ ആ ഒരു സിന്തറ്റിക് ഫേസിൽ DNA സിന്തസിസിന്റെ സമയത്താണ് എന്ത് ഇങ്ങനെയൊരു ഡബ്ലിംഗ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലെത്തുക. ഇങ്ങനെയുള്ള ആളാണ് പിന്നീട് ഡിവിഷൻ സ്റ്റേജിലോട്ട് ഫേസിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു സെൻട്രൽ റീജിയനിൽ നമുക്ക് ഈ ഒരു ക്രോമസോം കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഹൈലി കൺസ്ട്രക്റ്റഡ് ആയിട്ട് കാണാം. ഈ ഒരു കൺസ്ട്രക്റ്റഡ് പോയിന്റിനെ നമ്മൾ സെൻട്രോമിയർ എന്നാണ് പറയാം. സോ മെയിൻലി അതിന്റെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമാറ്റിഡ്, ഷോർട്ട് ആം ആയിട്ടുള്ള പി ആം, സെൻട്രോമിയർ, ലോങ് ആം, ക്യൂ ആം ആണ്. പിന്നെ ഇതിന്റെ അകത്ത് ഉള്ള നമ്മളുടെ DNA മോളിക്യൂൾ. സോ ഇത്രയുമാണ് ഒരു ബേസിക് ക്രോമസോം സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുക. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമ്മളുടെ ക്രോമസോമിന്റെ സൈസും ഷേപ്പും, കാരണം വി ഹാവ് 23 പെയർസ്. ഈ 23 പെയർസിലുള്ള ക്രോമസോം എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസിലും ഷേപ്പിലുമാണ്. സോ നമ്മളുടെ ഒരു റേഞ്ച്, ഹ്യൂമനിലുള്ള ക്രോമസോമിന്റെ ഒരു ലെങ്ത്തിന്റെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ 1 to 10 മൈക്രോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു മെഷർമെന്റ് നമ്മൾ നോക്കുന്നത് മെറ്റാഫേസിലാണ്. ഈ ഒരു മെറ്റാഫേസിലാണെന്ന് പറയാൻ കാരണം ഇവര് പല സ്റ്റേജിലും അവരുടെ ലെങ്ത്തിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞു ഇന്റർഫേസിൽ അവരെന്താണ് മോറോർലെസ് ത്രെഡ് ലൈക്ക് ആയിട്ട് വളരെ ഇലോങ്ങേറ്റഡ് ആണ്. പ്രോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടി അവർ ഈ ഒരു രൂപത്തിൽ, ഈ ഒരു എക്സ് മോഡലില് കുറച്ചുകൂടി കൺസ്ട്രക്റ്റഡ് ആയിട്ട് കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കാണിക്കും. സോ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലെങ്ത് നമ്മൾ എടുക്കുന്നത് മെറ്റാഫേസിലാണ്. ആൻഡ് ലാർജർ ക്രോമസോം ഹാവ് മോർ DNA. മോർ DNA മീൻസ് മോർ ജീൻസ്. ഓക്കെ, സോ ഇനി നമ്മൾ അവരുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ, ഷേപ്പ് നമ്മൾ മെയിൻലി ഡിറ്റർമിൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ആണ്. ഇഫ് ദ പൊസിഷൻ ഓഫ് ദ സെൻട്രോമിയർ ഈസ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ വി കോൾ ഇറ്റ് ആസ് മെറ്റാസെൻട്രിക്. ഇനി മെറ്റാസെൻട്രിക്കിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ സബ് മെറ്റാസെൻട്രിക്. കുറച്ചുകൂടിയും എൻഡിലാണെങ്കിൽ ആക്രോസെൻട്രിക്. ഇനി ഒരു ആം കംപ്ലീറ്റ്ലി ഇല്ല, ലോങ് ആം മാത്രമേ ഉള്ളൂ എങ്കിൽ വി കോൾ ഇറ്റ് ആസ് ടീലോസെൻട്രിക്. സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഷേപ്ഡ് ആയിട്ടുള്ള ക്രോമസോംസിന്റെ ക്യാരക്ടേഴ്സ്. സോ മെറ്റാസെൻട്രിക് ക്രോമസോംസിൽ സെൻട്രോമിയർ വിൽ ബി ഇൻ ദ മിഡിൽ പൊസിഷൻ. സബ് മെട്രാസെൻട്രിക്കിൽ സൈറ്റ്ലി ഓഫ് ദ സെന്റർ ആയിരിക്കും. മാക്രോസെൻട്രിക്കിൽ നിയർ അല്ലെങ്കിൽ എൻഡിലായിരിക്കും. ടീലോസെൻട്രിക്കിൽ ടെർമിനൽ എൻഡിൽ ഒരു ആം ഇല്ല, ഓൺലി വൺ ആം ആയിരിക്കും വിസിബിൾ ആയിട്ടിരിക്കുക. സോ അതിനനുസരിച്ച് ആമിന്റെ വിസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്രോമസോമിന്റെ ഷേപ്പിലെ ക്ലാസിഫിക്കേഷൻ വി ആർ ടെല്ലിംഗ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. സോ നമുക്കറിയാം ഓരോ ഓർഗാനിസത്തിലും we have somatic chromosome as well as gametic chromosome. So ഈ gametic chromosomes ആണ് നമ്മുടെ sex chromosome എന്ന് പറയുന്നത്. So if it is male it will be XY, if it is female it will be XX. കൂടാതെ 22 somatic chromosomes നമുക്കുണ്ട്. ഇതെന്തായിരിക്കും? കോമൺ ഇൻ മാൻ ആൻഡ് വുമൻ. സോ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ സെക്സ് ക്രോമസോമിലാണ്. So somatic chromosome number is the number of chromosome found in somatic cell. അതായത് നമ്മളുടെ gametic cell അല്ലാത്ത സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവമോ സ്പെർമോ അല്ലാത്ത എല്ലാ ബോഡിയിലുള്ള സെല്ലിനെയും നമ്മൾ somatic cells എന്നാണ് പറയുക. So these somatic cells we have എന്താണ് somatic chromosome. So അങ്ങനെയുള്ള 22 pairs of somatic chromosomes നമുക്കുണ്ട്. പ്ലസ് നമുക്ക് മെയിൽ ആണെങ്കിൽ അയാൾക്ക് XY ഉണ്ട്, ഫീമെയിൽ ആണെങ്കിൽ XX. സോ ഇതിനെയാണ് നമ്മൾ gametic chromosome എന്ന് പറയുന്നത്. സോ somatic chromosomes are always diploid and are denoted as 2n, whereas gametic chromosome എപ്പോഴും എന്താണ് haploid ആയിരിക്കും. ഓക്കെ, ഇനി homologous chromosome. homologous chromosome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ തന്നെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കണ്ടു സിസ്റ്റേർഡ് ക്രോമാറ്റിഡൈഡ്സ് ആഫ്റ്റർ റെപ്ലിക്കേഷൻ. ഇത് ഹോമലോഗസ് ക്രോമസോം ആയിട്ടാണ്, ഈ ഒരു പർപ്പിൾ കളേർഡും ഗ്രീനും. ഹോമലോഗസ് ക്രോമസോം എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു ടേം എപ്പോഴാണ് യൂസ് ചെയ്യുക? ദാറ്റ് ഈസ് ഒരു ഡിപ്ലോയിഡ് സെല്ലില് കാണുന്ന സെയിം സൈസും സെയിം ഷേപ്പും സെയിം പാറ്റേൺ ഓഫ് ജീൻ അറേഞ്ച്മെന്റും എല്ലാം ഉള്ള
ഒരു പെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോമലോഗസ് ക്രോമസോം എന്ന് പറയാ. സോ ഹോമലോഗസ് chromosomes are pairs of chromosome in a diploid cell which will have the same size, shape and gene arrangement. സോ അവരില് ഈ ജീനിന്റെ ഇപ്പം അതൊരു ഐ കളർ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണെങ്കിൽ രണ്ടിന്റെയും പൊസിഷൻ എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം പൊസിഷനിലായിരിക്കും. സോ ആഫ്റ്റർ റെപ്ലിക്കേഷൻ ഇവർ ഓരോരുത്തരും എന്താവും? അവരുടേതായ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. അതായത് അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ അവർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാണ് അവർ ഡിവിഷനിലോട്ട് പോകുന്നത്. ഓക്കെ, സോ എനി ഹൗ മിയോസിസിൽ ഈ ഹോമലോഗസ് ക്രോമസോംസ് അലൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ദാറ്റ് സെയിം ക്യാരക്ടറും സെയിം സൈസും സെയിം ജീൻ അറേഞ്ച്മെന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ജീൻസിൽ കാണുന്ന ഡിഫറെന്റ് അലീൽസിന്, ഒരു ജീനിന് തന്നെ എന്തുണ്ട്? അറ്റ്ലീസ്റ്റ് ടു മെയിൻ ഫോംസിൽ അതിന് ആക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് ഈ ഒരു പാറ്റേണിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധിക്കുന്നതാണ്. സോ ഇത് എപ്പോഴും നമുക്ക് ഹോമലോഗസ് ക്രോമസോംസ് കിട്ടുന്നത് മെറ്റേണലും പെറ്റേണലും ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ്. അതായത് ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഓരോരോ സെറ്റ്. സോ നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു സിംഗിൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള DNA മോളിക്യൂൾ ആണ്, associated with some protein, especially histones ആണ്. സോ ഈ ക്രോമസോമിന് തന്നെ റെപ്ലിക്കേറ്റഡ് ഫോമിലും അല്ല അൺറെപ്ലിക്കേറ്റഡ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ റെപ്ലിക്കേറ്റഡ് ഫോമിലാണെങ്കിൽ നമ്മൾ പറയും ടു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒരൊറ്റ സെൻട്രോമിയറിൽ ജോയിൻ ചെയ്ത് നിൽക്കും. അതെല്ലാം അൺറെപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു സിംഗിൾ ഈ പറഞ്ഞ രീതിയിൽ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതെന്താണ്? ഹോമലോഗസ് ക്രോമസോം ആണ്. ഇതെന്താണ്? നോൺ ഹോമലോഗസ് ക്രോമസോംസ് ആണ്. എന്നാൽ ഇവരുടെ രണ്ടിലും ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. എന്നാൽ ഇയാളില് രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഇയാൾക്കും രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. എന്നാൽ ഇവരുടെ ഈ ഒരു രണ്ട് ആംസ്, ഇപ്പൊ ഇതിവിടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ആംസ് എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. എനി ഹൗ എല്ലാവർക്കും എന്തുണ്ട്? സെൻട്രോമിയർ ഉണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ മിയോസിസിൽ കണ്ട പോലെ ഹോമലോഗസ് ക്രോമസോംസ് പ്രോഫേസ് 1 അലൈൻ ചെയ്തിട്ട് അവിടെ ഒരു റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. അവിടെ അവർ സിനാപ്സ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ജീൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പാർട്ട് ഓഫ് DNA അവർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു പോയിന്റിനാണ് നമ്മൾ കയാസ്മ എന്ന് പറയാം. ഇവർ ജീൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ഒരു ക്രോമസോമിന് പാരന്റിൽ നിന്നും ഒരു വാരിയേഷൻ ഉള്ള ക്രോമസോംസ് ആക്കി മാറ്റും. അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി സിമിലർ ടു വാട്ട് വാസ് ഇൻ പാരന്റ്. സോ പാരന്റിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ് ഇവരിൽ കാണുന്നത്. സോ ഇത് കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഓഫ്സ്പ്രിങ്സിൽ ഡിഫറൻസ് കാണുന്നത് പല ക്യാരക്ടേഴ്സിലും. അത് നമ്മുടെ കളർ ആവട്ടെ, ഹെയറിന്റെ നേച്ചർ ആവട്ടെ, എല്ലാം കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാത്തിലും എന്താണ് ഈ ഒരു വാരിയേഷൻ കാരണമുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇത് നമ്മൾ ആ ഒരു സെയിം കോൺസെപ്റ്റിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. സോ വി ഹാവ് ഹോമലോഗസ് ക്രോമസോം. അപ്പൊ ഇവരെങ്ങനെയാണ്? അൺറെപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് പെറ്റേണൽ ഫാദർ സൈഡ് ആൻഡ് അതർ മെറ്റേണൽ മദർ സൈഡ് എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഹോമലോഗസ് ക്രോമസോം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ്, ഷേപ്പ്, പൊസിഷൻ ഓഫ് സെൻട്രോമിയർ, പിന്നെ ഓരോ ജീനും ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ജീൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ആൽഫബറ്റ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻസ് ആണ്. സോ ഹിയർ യു ക്യാൻ സീ RPABC എന്നെല്ലാം പറഞ്ഞിട്ട് ഡിഫറെന്റ് ജീൻ നിങ്ങൾക്ക് കാണാം. സോ ഈ ഓരോ ജീനിനും അതിന്റെ ആ പൊസിഷൻ നമ്മൾ ജനറ്റിക് ലോക്കസ് എന്ന് പറയും. സോ ദിസ് ജനറ്റിക് ലോക്കസ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ജീൻ ഓൺ എ ക്രോമസോം ആണ്. ആൻഡ് അറ്റ് ഈച്ച് ജനറ്റിക് ലോക്കസ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് 2 അലീൽസ്. അതായത് അലീൽസ് എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ ജീനാണ്. അപ്പൊ ഇതിനകത്തുള്ള പോസിബിലിറ്റീസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. സോ സപ്പോസ് ദിസ് A ഈസ് റെപ്രസെന്റിങ് അവർ ഐ കളർ. സോ ഇവിടെ ഈ ഐ കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പെറ്റേണൽ സൈഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ക്രോമസോമും മെറ്റേണൽ സൈഡിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള ക്രോമസോമിലും ഇതിന്റെ പൊസിഷനിൽ അവർ രണ്ടും എന്താണ് സെയിം ഫോമിലാണ് വന്നിരിക്കുന്നത്.
സോ ജീനിന്റെ ഫോം എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് ഇവരുടെ അലീൽസ് സെയിം ആണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ഹോമോസൈഗസ് എന്ന് പറയും. ഇനി ഈ ക്യാപിറ്റൽ ലെറ്റർ എപ്പോഴും യൂസ് ചെയ്യുക. ഈ ഒരു ക്യാരക്ടർ ആണ് ആ ഒരു പോപ്പുലേഷനിൽ, ആ ഒരു ഹ്യൂമൻ പോപ്പുലേഷനിൽ ഡോമിനന്റ് ആയി നിൽക്കുന്നത് എന്നുള്ളതാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ ഇൻഡിക്കേഷൻ. ഇനി സ്മോൾ ലെറ്റേഴ്സിൽ സെയിം ആണ്, ബട്ട് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ജീൻസിന്റെ ഈ അലീൽസ് എന്ന് പറയുന്നത് എന്താണ്? റെസസീവ് ആണ്, അവർ സെയിം ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു രണ്ട് ഹോമോലോഗസ് ക്രോമസോമിലും സി എന്ന് പറയുന്ന ജീനിന്റെ ഇവിടെ ഒരു ക്യാപിറ്റലും ഇവിടെ ഒരു സ്മോളും കാണാം. സോ ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ അലീൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഹെട്രോസൈഗസ് നേച്ചർ ആണ്. സോ ദാറ്റ് ഇവിടെ ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ആളും ഉണ്ട്, ഒരു റെസസീവ് ആയിട്ടുള്ള ആളും ഉണ്ട്. സോ ഇതിൽ എപ്പോഴും നമ്മളുടെ ജനറ്റിക് ലോ പ്രകാരം ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാണ് ചാൻസ് കൂടുതൽ. മേ ബി ഇൻ സം കേസസ് കോഡോമിനൻസ് ഈസ് ഓൾസോ ഒബ്സർവ്ഡ്. ഓക്കെ, ചില കേസിൽ ആ ഒരു ജീനിന്റെ പോപ്പുലേഷനിൽ എന്താണ് അവർ കാണിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ഡോമിനൻസിയിലും റെസസീവ് നേച്ചറിലും ഡിഫറൻസ് വരാം. സോ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതായത് ക്രോമസോംസ്, എസ്പെഷ്യലി ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് നമ്മൾ ക്രോമസോംസിനെ പറയുന്നത് അതിന്റെ സൈസ് സെയിം ആയിരിക്കും, ഷേപ്പ് സെയിം ആയിരിക്കും, ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻസ് വിൽ ബി ഇൻ എ എക്സാക്ട് ലോക്കസിലായിരിക്കും. അതായത് അതിന്റെ ലൊക്കേഷൻ, അത് പെറ്റേണൽ സൈഡിൽ നിന്നും കിട്ടിയ ക്രോമസോം ആണെങ്കിലും മെറ്റേണൽ സൈഡിൽ നിന്നും കിട്ടിയതാണെങ്കിലും ഈ ഹോമോലോഗസ് പെയറിൽ അവരുടെ ജീന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെയിം ലോക്കസിൽ അല്ലെങ്കിൽ സെയിം ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, സോ നമ്മള് 23 പെയേഴ്സ് ഉണ്ട്, 46 ആണ് നമ്മുടെ ടോട്ടൽ ക്രോമസോം നമ്പർ എന്നെല്ലാം പറഞ്ഞു. ബട്ട് നോട്ട് every cell in the human body contain 46 chromosome. ചില എക്സെപ്ഷൻസ് എല്ലാം ഉണ്ട്. സോ നമ്മുടെ സൊമാറ്റിക് സെൽസിൽ, ദാറ്റ് ഈസ് സെൽസ് അതർ ദാൻ നമ്മുടെ ഗാമീറ്റിക് സെൽ, സ്പേമും എഗ്ഗും അല്ലാത്ത എല്ലാ സെൽസിലും നമുക്ക് 46 ക്രോമസോംസ് തന്നെയുണ്ട്. അത് എന്താണ്? നമ്മുടെ നോർമൽ ബോഡി സെൽസിൽ കാണുന്ന ക്രോമസോംസ്. എന്നാൽ നമ്മുടെ ഗാമീറ്റ്സിലോ അല്ലെങ്കിൽ സ്പേംസിലോ എഗ്ഗിലോ വി ഹാവ് 23, അല്ലെങ്കിൽ എന്താണോ ഡിപ്ലോയിഡ് കണ്ടീഷൻ അതിന്റെ ഒരു ഹാഫ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് നമ്മുടെ സ്പേംസിലും എഗ് സെല്ലിലും എല്ലാം കാണുന്നത്. ഇവര് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് മെയിലിൽ നിന്നുള്ള സ്പേമും ഫീമെയിലിൽ നിന്നുള്ള എഗ്ഗും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 23 + 23 ഒരു 46 ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ടാണ് പിന്നീട് ഒരു ഫീറ്റസ് ആയിട്ടും നമ്മൾ ഗിവ് ബർത്ത് ചെയ്യുന്നത്. സോ ഇനി എക്സെപ്ഷനിൽ പറയാനുള്ളത് മെച്ചർ RBC. മെച്ചർ RBC നോർമലി ലാക്ക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലോ ന്യൂക്ലിയസോ ഇല്ലാത്തത് കാരണം തന്നെ അതിൽ ക്രോമസോം നമ്പർ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അബ്നോർമൽ സെൽസ്, എനി കൈൻഡ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എല്ലാം സംഭവിച്ച അല്ലെങ്കിൽ ക്രോമസോമൽ നമ്പറിൽ വേരിയേഷൻ സംഭവിച്ച എന്താണ്? നമ്മുടെ നോർമൽ നമ്പർ അല്ല, അതിൽ എന്ത് വരും? ഒന്നുകിൽ ഡെഫിഷ്യന്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സസ് ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളുടെ കാരിയോടൈപ്പ്. ഒരു ടേം നിങ്ങളെ പരിചയപ്പെടുത്താണ്, അതായത് ക്രോമസോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് 46 ക്രോമസോംസ് അല്ലെങ്കിൽ 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. സോ ഈ ഒരു കംപ്ലീറ്റ് സെറ്റ്, അതിനെയാണ് നമ്മൾ ഒരു ഓർഗാനിസത്തിൽ കാണുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം, അതാണ് നമ്മളുടെ കാരിയോടൈപ്പ്. സോ കാരിയോടൈപ്പ് is the complete set of chromosome of an organism arranged in pairs according to their size, shape and centromere position. So ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മെറ്റാഫേസിൽ നമ്മൾ സെല്ല് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബാൻഡിങ് ടെക്നിക്ക് ഉണ്ട്. ഒരു കളർ ചെയ്തിട്ട് അതിന് കുറച്ച് കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ ആണ്. ആ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ മെറ്റാഫേസിലാണ്. ആൻഡ് ദിസ് കാരിയോടൈപ്പ് നമ്മൾ എന്തിനെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനി കൈൻഡ് ഓഫ് ക്രോമസോമൽ എബ്നോർമാലിറ്റീസ് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ആ ഒരു മിയോസിസിന്റെ പ്രോസസ്സ് ശരിയായ രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ സൊമാറ്റിക് ക്രോമസോം ട്രൈസോമി ആയിട്ട് ഉള്ള ഒരു കണ്ടീഷൻ വരും. സോ 46ന് പകരം ഒരെണ്ണം എക്സ്ട്രാ വന്നു ആ ഒരു സെല്ലില്. സോ 47 ആയി. സോ ട്രൈസോമി 21st ആയിട്ടുള്ള 21st ക്രോമസോമിലാണ് എന്ത് ട്രൈസോമി സംഭവിക്കുക നമ്മുടെ ഡൗൺ സിൻഡ്രോം കേസിൽ. സോ അങ്ങനെയുള്ളവരിൽ 47 ക്രോമസോംസ് ഉണ്ടാവും. സോ ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? അതേപോലെ ഇത് ബയോളജിക്കലി ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ?
പിന്നെ നമ്മുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതെല്ലാം സ്റ്റഡി ചെയ്യാൻ ഒരാളുടെ ഒരു കാരിയോടൈപ്പ് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതിന്റെ തന്നെ ചെറിയൊരു വേർഷൻ അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദെയർ സൈസും സെൻട്രോമിയറിന്റെ പൊസിഷനും. കാരണം നമുക്ക് വി ഹാവ് 1 to 22 വരെ നമുക്ക് എന്തുണ്ട്, സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സും വൈ എന്ന് പറയുന്ന ഗാമെറ്റിക് ക്രോമസോംസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ അലൈൻ ചെയ്ത് നിർത്തിയാൽ എങ്ങനെയിരിക്കും? അവരുടെ സൈസിന്റെ ഒരു ഡിക്രീസിങ് ഓർഡർ ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഇത് മെറ്റാഫേസിൽ തന്നെ, ബട്ട് അതിന്റെ ഒരു സെൻട്രോമിയറിന്റെ പൊസിഷനും കൂടി നോക്കിയിട്ട് അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനെയാണ് ഇഡിയോഗ്രാം എന്ന് പറയുക. So it is a diagrammatic representation of chromosomes arranged according to size and centromere position showing banding patterns. അതായത് ഇതിൽ തന്നെ നമ്മൾ ജീനിന്റെ ലോക്കസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കളർ വെച്ചിട്ട് നമ്മൾ ബാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുക? ജെനറ്റിക്കൽ സ്റ്റഡീസിന്, ടു മാപ്പ് ജീൻസ് ആൻഡ് ഷോ ക്രോമസോം മോർഫോളജി. അതിൻ്റെ അകത്ത് ഏതെല്ലാം ജീൻസ് ഉണ്ട്, അത് ഏതെല്ലാം രീതിയിൽ വിസിബിൾ ആണ്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ അത് എഫിഷ്യൻ്റ് ആണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ടുള്ള ജെനറ്റിക് സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ക്രോമസോമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇഡിയോഗ്രാം എന്ന് പറയുന്നത്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമുക്ക് ഇതിന്റെ ഷോർട്ട് ആമും ലോങ് ആമും എല്ലാം കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ എക്സും വൈയും നോക്കുക. എക്സ് വളരെ ലാർജ് ആണ് ഇൻ കമ്പാരിസൺ ടു വൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് another term related with these genes, that is linkage. സോ ലിങ്കേജ് എന്ന് പറയുന്നത് ഈ ജീൻസിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഹിയർ യു ക്യാൻ സീ ഇൻ ദിസ് ക്രോമസോം, ഇവിടെയാണ് അതിന്റെ സെൻട്രോമിയർ, ഇത് ഇതിന്റെ ഷോർട്ട് ആം ആണ്, ഇത് ഇതിന്റെ ലോങ് ആം ആണ്. ഈ ലോങ് ആമിൽ തന്നെ യു ക്യാൻ സീ 2 ജീൻസ്, ജീൻ 1 ആൻഡ് ജീൻ 2, ആൻഡ് ദേ ആർ വെരി ക്ലോസ്ലി ലൊക്കേറ്റഡ്. സോ ഈ ലിങ്കേജ് എന്ന കോൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ഡു നോട്ട് അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. കാരണം നമ്മൾ നോർമലി പറയാം ഈ ഒരു ക്രോമസോമിന്റെ അകത്തുള്ള ഡിഫറെന്റ് ജീൻസും അവര് ഇൻഡിപെൻഡന്റ് ആണ്. ജീൻ 1 ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ജീൻ 2. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇത് അടുത്തൊരു ഗ്യാമീറ്റിലോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്തൊരു ഗ്യാമീറ്റിക് സെൽ ഫോം ചെയ്യുന്ന സമയത്ത് അവർ അസോർട്ട് ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ലിങ്കേജ് പ്രകാരം പറയുന്നത് വളരെ ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്ന ജീൻസ് എപ്പോഴും അവർ ഒരുമിച്ച് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റീജിയനിൽ റീകോമ്പിനേഷനുള്ള ചാൻസ് എന്താണ്, കുറവാണ്. സോ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ്. അത് നമുക്ക് എപ്പോഴും അറിയാം. ദാറ്റ് ഈസ് ക്ലോസർ ജീൻസ് എപ്പോഴും എന്തായിരിക്കും, സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ലിങ്കേജ് ആയിരിക്കും കാണിക്കുക. സോ ലിങ്കേജ് എന്താണ്? Tendency of genes located close together on the same chromosome to be inherited together. അതായത് ജീൻസിൽ വെറുതെ അടുത്ത് നിന്നാൽ മാത്രം പോരാ, അവരെന്തും കൂടി വേണം, അടുത്തൊരു തലമുറയിലോട്ട് പോകുമ്പോൾ ഇവർ ഒരുമിച്ച് തന്നെ, ഈ ഒരു പീസ് ഒരുമിച്ച് തന്നെ ആയിരിക്കും എന്താവുക, ഇൻഹെറിറ്റ് ആവുന്നുണ്ടാവുക. ആൻഡ് അവരുടെ ഒരു ഫങ്ഷനും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇത് വെറുതെ പറയല്ല. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മളുടെ ഹെയർ കളറും ഐ കളറും റെഗുലേറ്റ് ചെയ്യുന്ന ക്രോമസോം 15 കാണുന്ന ജീൻസ് എപ്പോഴും ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്. സോ ദാറ്റ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷനിൽ ദോസ് പീപ്പിൾ വിത്ത് ഡാർക്ക് ഹെയർ ഓഫൻ ഹാവ് ഡാർക്ക് ഐസ് ടു, ആൻഡ് ലൈറ്റ് ഹെയർ ആയിട്ടുള്ള പീപ്പിളിൽ we can see light eyes also. So this is result of our genetic linkage. ഇതൊരു കോയിൻസിഡൻസോ അങ്ങനെയുള്ള ഒന്നുമല്ല, പക്ക സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെൻഡൻസി ഓഫ് ജീൻസ് ലൊക്കേറ്റഡ് ക്ലോസ് ടുഗദർ ഓൺ ദ സെയിം ക്രോമസോം ടു ബി ഇൻഹെറിറ്റഡ് ടുഗദർ. അത് അടുത്തൊരു തലമുറയിലോട്ട് പോകുമ്പോൾ ഒരുമിച്ച് തന്നെ അതിനെ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അതിന്റെ ടെൻഡൻസി, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലിങ്കേജ് എന്ന് പറയാം. ഇനി ക്രോസിംഗ് ഓവർ നമ്മൾ വെറുതെ ഈ ഒരു ടേം എല്ലാം ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ഇതെല്ലാം നമ്മൾ കവർ ചെയ്തതാണ്. ഈ സെൽ
സൈക്കിളിൽ, സെൽ സൈക്കിളിൽ, മിയോസിസിൽ, പ്രോഫേസ് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് സിലബസിൽ ഇത് ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ഈ ഒരു യൂണിറ്റിലും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കൊണ്ടാണ്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫേസ് 1 ഓഫ് ദ മിയോസിസ് 1 ഹോമോലോഗസ് ക്രോമസോം, ദാറ്റ് ഈസ് 1 ക്രോമസോം ഫ്രം ഫാദർ ആൻഡ് 1 ഫ്രം മദർ, അതായിരിക്കും അയാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയാം. അതിൽ ഒരു സെറ്റപ്പ് നമ്മൾ ഇവിടെ കാണുന്നു. ആൻഡ് ദേ വിൽ ബി അലൈൻഡ് ആസ് ദിസ് ഡ്യൂറിങ് പ്രോഫേസ്. പ്രോഫേസിൽ വന്നിട്ട് മെറ്റാഫേസിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു രീതിയിൽ പോകും. പക്ഷെ പ്രോഫേസിൽ ഇവരെന്താവും, അക്കോർഡിംഗ് ടു ദെയർ സിമിലർ സൈസും ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ട് ഇവർ അലൈൻ ചെയ്യാൻ തുടങ്ങും ഒരുമിച്ച്. സോ ഈ ഒരു അലൈൻമെന്റിൽ അവർ ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ചെറിയ ആംസ്, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ, ഇത് രണ്ടും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ബട്ട് ഇത് ഈ ഒരു രണ്ട് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും ജീൻസ്. സോ ദാറ്റ് അതിന് ശേഷം ഉണ്ടാകുന്ന ക്രോമസോംസ് എന്തായിരിക്കും? പാരന്റിന്റെ പോലെയാണോ? അല്ല, ഡിഫറെന്റ് ആയിരിക്കും. റീകോമ്പിനന്റ് ആയിട്ടുള്ള നേച്ചറുള്ള ക്രോമസോം ആണ് ഫൈനലി നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ക്രോസിംഗ് ഓവർ, ഈ ഒരു ക്രോസിംഗ് ഓവർ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ എന്ത് കയാസ്മ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എല്ലാം ഉണ്ടായി. സോ എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇവരെ ആരെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഈ ഒരു ക്രോമസോമിന്റെ പാർട്ടാണ്, DNA-യുടെ പാർട്ടാണ്, ദാറ്റ് ഈസ് ജീനിന്റെ പാർട്ടാണ്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിങ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ്. സോ എന്താണ് ഇതിന്റെ റിസൾട്ട്? റീകോമ്പിനന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ക്രോമസോമുകളെ ലഭിക്കും. സോ ദാറ്റ് അത് എന്തിലും ഇൻഫ്ലുവൻസ് ആവും? ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ കാണിക്കുന്ന അന്ന് വരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സിലും അതിന്റെ ഡിഫറൻസ് കാണും. കാരണം ഇവര് ഒരാള് സപ്പോസ് സ്ട്രെയിറ്റ് ഹെയറും മറ്റാള് കേളി ഹെയറും ആണെങ്കിൽ ഇതിന്റെ അകത്ത് നിന്നും കോമ്പിനേഷനിൽ ഉണ്ടാവുന്ന ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള ഒരു ക്രോമസോം കിട്ടിയ ഒരു സെല്ലിന്റെ അകത്ത് നിന്ന് ഉണ്ടാവുന്ന സൈഗോട്ട് അവരെന്താവാം? വേവി പാറ്റേണിലുള്ള ഹെയർ ആയിരിക്കാം കാണിക്കുന്നത്. സോ ഈ ഒരു ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോമ്പിനേഷൻ, ന്യൂ റീകോമ്പിനേഷൻ ഓഫ് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഇൻക്രീസ്ഡ് ജനറ്റിക് വാരിയേഷൻ. സോ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള കേസാണ്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഈ ലോകം മൊത്തം എന്ന് തൊട്ട് ഈ ഒരു വേൾഡിൽ മനുഷ്യന്മാരുണ്ടായോ അന്ന് തൊട്ട് നമ്മൾ ക്ലോൺസ് പോലെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ബട്ട് അതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഓരോ ഡിവിഷനും ഓരോ ആളുകളിലും ഓരോ പേരിലും സംഭവിക്കുന്ന സമയത്ത് ഒത്തിരി ഈ പറഞ്ഞ രൂപത്തിലുള്ള റീകോമ്പിനേഷൻസ് സംഭവിക്കുന്നത് കാരണം ഒത്തിരി ജനറ്റിക് വാരിയേഷൻസ് ഈ ഒരു വേൾഡ് പോപ്പുലേഷനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് സെക്സ് ലിങ്ക്ഡ് ക്രോമസോംസ് ആണ്. അതായത് സെക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്രോമസോം, നമ്മുടെ എക്സും വൈയും ക്രോമസോം. സോ ചില ജീൻസ് എന്തായിരിക്കും? ഈ ഒരു ക്രോമസോമിലായിരിക്കും, നമ്മളുടെ സെക്സ് ക്രോമസോമിലായിരിക്കും. മീൻസ് സെക്സ് ക്രോമസോമിലും എന്തുണ്ട്? പല ടൈപ്പ് ഓഫ് ജീൻസ് ഉണ്ട്. അവര് പല കേസ് ഓഫ് ഡിസീസസോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻറ്റ് പാറ്റേൺസ് എല്ലാം, അതായത് ഒരു എക്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ അത് എക്സ്പ്രസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ എക്സ് ലിങ്ക്ഡ് ക്രോമസോംസില് എക്സും വൈയുമായിട്ടുള്ള ക്രോമസോമുകൾ സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ആണെങ്കിൽ ദോസ് ട്രേറ്റ്സ് ഹൂസ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദോസ് ക്രോമസോം. ഈ ഒരു ക്രോമസോമിന്റെ ലൊക്കേഷൻ കാരണം കിട്ടുന്ന ട്രേറ്റ്സ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ഹാവ് എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ്. ഏതെല്ലാമാണ്? കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ പോലെയുള്ള ട്രേറ്റ്സ് എല്ലാം എന്താണ്? എക്സ് ലിങ്ക്ഡ് ആണ്. എന്നാൽ വൈ ലിങ്ക്ഡ് ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട്. ഒരു കോമൺ എക്സാമ്പിൾ നിങ്ങൾ കാണാം, ഇയേഴ്സിലെല്ലാം ഹെയർ കൂടുതലുള്ള ചില ആളുകൾ ഉണ്ടാവും. ഹെയറി പിന്നെ അല്ലെങ്കിൽ ഹെയറി ഇയേഴ്സ് അല്ലെങ്കിൽ ഹൈപ്പർ ട്രൈക്കോസിസ് എന്നൊക്കെ പറയുന്ന ഒരു ഫീച്ചർ, അത് എപ്പോഴും എന്താണ്? വൈ ലിങ്ക്ഡ് ആണ്. വൈ ലിങ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലി ആ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത ബോയ്ക്കും ഈ ഒരു സിമിലർ പാറ്റേൺ ഓഫ് ഹെയറി ഇയേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ എക്സ് ലിങ്ക്ഡ് തന്നെ മെയിൽസിൽ ഒരു എക്സ് ഉള്ളത് കൊണ്ട് എനി കൈൻഡ് ഓഫ് എക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ, ഇതെല്ലാം എന്താണ്? അവരിലാണ് നമ്മളൊരു പോപ്പുലേഷനിൽ കൂടുതൽ
ചാൻസ് കാണുന്നത്. ഇനി നമ്മൾ ഈ ക്രോമസോംസും ജീൻസും എല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ ക്രോമസോമിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് റീജിയൻ ആയിട്ടുള്ള DNA ആണ് നോക്കുന്നത്. സോ DNA നിങ്ങൾക്ക് കാണാം, ഈ ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു ഡബിൾ ഹെലിക്കൽ നേച്ചർ ഉള്ള ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ. സോ എവറി സെൽ സ്റ്റോർസ് ഇറ്റ്സ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് DNA. സോ DNA എന്ന് പറയുന്ന ഈ സംഭവം ഇങ്ങനെ നമ്മളുടെ സെല്ലിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2 മുതൽ 3 വരെ മീറ്റർ ആവാം. നിങ്ങൾക്ക് ഒരു 5 മീറ്റർ സാരി എല്ലാം സപ്പോസ് നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായിട്ട് കമ്പയർ ചെയ്ത് 2 to 3 മീറ്റർ ലോങ് ഉള്ള ഈ ഒരു DNA നമ്മളുടെ ഒരു സെല്ലിനകത്ത് നമ്മൾ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ ബിഫോർ എ സെൽ ഡിവൈഡ്സ് ദിസ് DNA നീഡ്സ് ടു ബി ഡ്യൂപ്ലിക്കേറ്റഡ്. നമ്മൾ സെൽ സൈക്കിൾ നോക്കിയതാണ്, സെൽ ഡിവിഷൻ കണ്ടതാണ്. സോ സെൽ സൈക്കിളിൽ ഇന്റർഫേസിൽ G1 S G2 അതിൽ S സിന്തറ്റിക് ഫേസിൽ DNAയുടെ റെപ്ലിക്കേഷൻ സംഭവിക്കുന്നു. സോ ഈ റെപ്ലിക്കേഷൻ സംഭവിക്കുന്ന സമയത്ത് DNA എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സോ ഈ ഒരു chromosome get duplicated. So this process of duplicating of a cell is carried out through a highly coordinated process called DNA replication. അപ്പോൾ ഒരു സെല്ലിന്റെ അകത്ത് സെല്ലിന്റെ സൈറ്റോപ്ലാസം മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ആ ഒരു സെല്ല് പുതിയ 2 ഡോട്ടർ സെൽ ആവുന്ന സമയത്ത് ആ 2 ഡോട്ടർ സെല്ലിലും ആ ജനറ്റിക് മെറ്റീരിയൽ എന്താവണം, ഈക്വൽ ആയിട്ട് കിട്ടണം. സോ ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മളുടെ DNA എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ അത് ഡബിൾ ആവുന്നു, ആ ഒരു പ്രോസസ്സാണ് എന്ത്, DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ DNA റെപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ DNAന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെലിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഈ 2 സ്ട്രാൻഡ്സും എന്താണ്, ഒരെണ്ണം ഇതിന് ഒരു ഡയറക്ഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ഇതിന്റെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെല്ലാം ബേസ് ചെയ്തിട്ട്. സോ ഈ ഒരു DNAയിൽ ഒരു സ്റ്റാൻഡ് 5' to 3' എൻഡിലോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റാൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത്, 5' to 3' പൊസിഷനിലോട്ട് പോകുന്നത്. സോ രണ്ടും എന്തല്ല, 5' to 3', അടുത്തതും 5' to 3' അല്ല. ഒരെണ്ണം 5' to 3' ആകുമ്പോൾ അടുത്തത് 3' to 5' ആണ്. സോ ഇതിനെ നമ്മൾ പാരലൽ അല്ല പറയാം, ആന്റി പാരലൽ ആയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് കാണുന്നത്. സോ ഡബിൾ ഹെലിക്സ് ആണ്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പൊ 2 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. അതായത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഇതിനൊരു നൈട്രോജീനിയസ് ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗർ ഗ്രൂപ്പും എല്ലാം വേണം. സോ ഇങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോടൈഡ് അടുത്തൊരു ന്യൂക്ലിയോടൈഡ്, ഇത് ഒരു സ്ട്രാൻഡിലും ഇത് വേറെ സ്ട്രാൻഡിലും, ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിരിക്കും. ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഇങ്ങനെയുള്ള കളേഴ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കാണുന്നത്. സോ എന്താണ് ഈ കളേഴ്സ്, അതായത് ഇവിടെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ അകത്ത് കാണുന്ന നൈട്രോജീനിയസ് ബേസസ് ആണ്. സോ വി ഹാവ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 ബേസിക് നൈട്രോജീനിയസ് ബേസസ്. അതായത് DNAന്റെ അകത്ത് ഈ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് സ്ട്രാൻഡ് ആണ്. അതില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും കൂടിയാണ് ഈ ഒരു ബാക്ക് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ഇതിന്റെ അകത്തുള്ള ഈ ബോണ്ടിങ് സംഭവിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ഈ ബേസസുകൾ തമ്മിലാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. സോ ഏത് ഓർഗാനിസം, മനുഷ്യനായാലും ബാക്ടീരിയ ആയാലും ഏതിലും ഈ ഒരു 4 ബേസസ് തന്നെ ഉള്ളൂ. സോ അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇതിനൊരു സ്ലൈറ്റ് വേരിയേഷൻ വരുന്നത് നമ്മളുടെ RNAയില് നമുക്ക് തൈമിന് പകരം യുറാസിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യു എന്നുള്ള ഒരു ലെറ്റർ കണ്ടു കാണും, അവരാണുള്ളത്. സോ ഈ ഇവരുടെ പെയറിങ്ങിന് ചില റൂൾസ് ഉണ്ട്. സോ വാട്ട് ആർ ദോസ് റൂൾസ്? ഈ നമ്മളുടെ ഈ G എന്ന് പറയുന്ന ഗ്വാനിൻ, ഇത് സൈറ്റോസിൻ, ഇത് തൈമിൻ, ഇത് അഡിനിൻ. സോ ഇത് ഒരു സ്ട്രാൻഡ് ആണ്, ഇത് അടുത്ത സ്ട്രാൻഡ് ആണ്. സോ ഈ ഒരു സ്ട്രാൻഡിൽ വി ഹാവ് ജിയും ടിയും ആണ് ഇപ്പൊ നമ്മളിവിടെ കാണിച്ചത്, അതായത് ഗ്വാനിനും തൈമിനും. സോ ഈ ഒരു റൂളിനെ ഇവരെങ്ങനെ പെയർ ചെയ്യുന്നു എന്നുള്ള റൂൾ എക്സ്പ്ലെയിൻ ചെയ്തത് ചർഗാഫ് ആയിരുന്നു. സോ ദീസ് റൂൾസ് ആർ നെയിംഡ് ആഫ്റ്റർ ഹിം, ദാറ്റ് ഈസ് ചർഗാഫ്സ് റൂൾ. സോ ചർഗാഫ് റൂൾസ് എല്ലാം വരുന്നത് അറൌണ്ട് 1950s
ഈ ഒരു റൂള് വന്നതിന് ശേഷം നമ്മുടെ DNA സ്ട്രക്ചർ എല്ലാം നമുക്ക് ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഏത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA-യിലും എമൗണ്ട് ഓഫ് അഡിനിൻ വിൽ ബി ഈക്വൽ ടു എമൗണ്ട് ഓഫ് തൈമിൻ. പിന്നെ എമൗണ്ട് ഓഫ് ഗ്വാനിൻ വിൽ ബി ഈക്വൽ ടു എമൗണ്ട് ഓഫ് സൈറ്റോസിൻ. ഇനിയോ അടുത്തത് എന്താണ്? ഈ അഡിനിനും ഗ്വാനിനെയും നമ്മൾ പ്യൂരിൻ എന്നാണ് വിളിക്കുക. അതേപോലെ തൈമിനെയും സൈറ്റോസിനെയും പിരമിഡിൻ എന്നാണ് വിളിക്കുക. സോ നൈട്രോജീനിയസ് ബേസിൽ തന്നെ നമുക്ക് പ്യൂരിൻസും പിരമിഡിൻസും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പ്യൂരിൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു പിരമിഡിൻസ്. ഇനിയോ ഇതേപോലെ ഈ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാലും അത് ആ ഒരു സ്പീഷീസിലും, ദാറ്റ് ഈസ് A+T ഡിവൈഡഡ് ബൈ G+C എന്ന് പറയുന്നത് ഓരോ സ്പീഷീസിലും വ്യത്യാസം ഉണ്ടാവും. ബട്ട് വിത്തിൻ സ്പീഷീസ്, അതായത് ഹ്യൂമൻ ബീയിങ് ഹോമോസാപ്പിയൻസ്, നമ്മളിപ്പോ അതൊരു സ്പീഷീസ് ആണ്. അപ്പോൾ ഹോമോസാപ്പിയൻസിൽ ഇപ്പോൾ എൻ്റെത് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ എടുത്തു കഴിഞ്ഞാലും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ നമ്മളിതും അടുത്ത വേറൊരു സ്പീഷീസുമായിട്ട് എലിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോ എന്താണ്? ഡിഫറെൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി കോൺസ്റ്റന്റ് വിത്തിൻ എ സ്പീഷീസ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി it will vary in അല്ല between species. Okay, so ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ഇപ്പം നമ്മളുടെ ഈ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡെനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. And you can see that here ഈ അഡെനിന്റെയും തൈമിന്റെയും ഇൻ ബിറ്റ്വീൻ 2 ഹൈഡ്രജൻ ബോണ്ടേ ഉള്ളൂ. എന്നാൽ ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും ബിറ്റ്വീനിൽ ആരുണ്ട്? 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. സോ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് റെപ്ലിക്കേഷൻ എല്ലാം ഈസിലി സംഭവിക്കുക ഇതിനെ പൊട്ടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനത്തെ റീജിയനിലായിരിക്കും റെപ്ലിക്കേഷൻ ഈസിലി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്തായിരുന്നു? സെൽ മേക്സ് an exact copy of its DNA before cell division. It ensures that each daughter cell receives a complete set of genetic information. ഇനി സെമി കൺസർവേറ്റീവ് ആണ് എന്ത്? നമ്മളുടെ DNA എന്ന് പറയുന്നത്. സോ ഈ ഒരു DNA റെപ്ലിക്കേഷൻ നമ്മൾ സെമി കൺസർവേറ്റീവ് എന്നാ പറയാ. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്ട്രാൻഡ് ആൻഡ് ദിസ് അനദർ സ്ട്രാൻഡ്. ഈ ഓരോ സ്ട്രാൻഡും വന്നിട്ട് ആദ്യം ഇവർ അൺവൈൻഡ് ചെയ്യും. ഈ അൺവൈൻഡ് ചെയ്ത റീജിയനിൽ നിന്ന് എന്ത് തുടങ്ങും? DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഓരോ പുതുതായിട്ടുണ്ടാവുന്ന റീജിയനിലും പാരന്റൽ സ്ട്രാൻഡ് ഇവിടെയും ഹാഫ് ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? ഹാഫ് ഉണ്ടായിരിക്കും. സോ 1 ഒറിജിനൽ പാരന്റ് സ്ട്രാൻഡ് ഉണ്ടായിരിക്കും ആൻഡ് 1 ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് വി കോൾ ദിസ് പ്രോസസ് ആസ് semi-conservative. So semi-conservative replication means that each new DNA molecule, അതായത് ആഫ്റ്റർ റെപ്ലിക്കേഷന് ശേഷം ഫോം ചെയ്യുന്ന DNA മോളിക്യൂളില് 1 strand will be parental and 1 will be newly synthesized. Okay, so അതാണ് semi-conservative മോഡൽ. ഇനി ഇതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ DNA replicate once per cell cycle. ഇനി ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ലൈക്ക് സ്കിന്ന്, ഗട്ടിലെ സെൽസ്, നമ്മുടെ ബോൺ മാരോ സെൽസ്, ഇതെല്ലാം എന്താണ്? അവരിലെല്ലാം റെപ്ലിക്കേഷൻ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കും. എന്നാൽ ലിവർ, ഫൈബ്രോബ്ലാസ്റ്റിലെല്ലാം റെപ്ലിക്കേഷൻ ഒക്കേഷണൽ ആണ്. ഇനി കുറച്ചും കൂടി നമ്മൾ കഴിയേണ്ട ന്യൂറോൺസിലോ ഹാർട്ട് മസിൽസിലെല്ലാം നോക്കുകയാണെങ്കിൽ റെപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് നെവർ ഒക്കേഴ്സ് ആഫ്റ്റർ ഡെവലപ്മെന്റ്. അവരൊരു പെർട്ടിക്കുലർ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർ G0-ലോട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ആ സെല്ല് ആ ഒരു ട്യൂഷൻ സ്റ്റേജിലോട്ട് ആണ് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ ബ്രേക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ ബേസസ് ഓഫ് ദ 2 ആന്റി പാരലൽ സ്ട്രാൻഡ്സ്. സോ നമ്മൾ പറഞ്ഞു DNAക്ക് there are 2 strands. So ഈ 2 strandsഉം എന്താണ്? You can see here 5' to 3'. നെക്സ്റ്റ് സ്ട്രാൻഡ് അതിന് ആന്റി പാരലൽ ആയിട്ടുള്ള നെക്സ്റ്റ് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ 3' to 5'.
നമ്മൾ പറഞ്ഞു ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്പറിംഗ് എന്ന് പറയുന്നത്? ബേസ്ഡ് ഓൺ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഫോസ്ഫേറ്റും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയും ബേസ് ചെയ്തിട്ടാണ്. സോ ഡി എൻ എയിൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഡി എൻ എക്ക്, ഡബിൾ സ്ട്രാൻഡഡ് മീൻസ് 2 strands. അതിൽ 1 strand will be running in 5' to 3' direction and other will be running in 3' to 5' direction. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതില് ഡി എൻ എയില് AT rich ആയിട്ടുള്ള റീജിയൻസ്, why in between adenine and thymine there is only 2 hydrogen bond. So അത്തരം റീജിയൻസ് എന്താണ് കുറച്ചും കൂടിയും അൺവൈൻഡ് ചെയ്യാനായിട്ട്, ഒരു റീജിയൻ ഡി എൻ എ ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുകയാണ്, അതിനെ ഓരോന്നിനെയും സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റാർട്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു അൺവൈൻഡിങ് നോക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് AT റിച്ച് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരു AT റിച്ച് റീജിയനിലോട്ട് ഒരു എൻസൈം വരും. ആ ഒരു എൻസൈമിന്റെ പേരാണ് നമ്മൾ ഹെലിക്കേസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹെലിക്കേസ് വിൽ സ്റ്റാർട്ട് അൺവൈൻഡിങ് ദീസ് 2 സ്ട്രാൻഡ്സ്. സോ ഇവർ രണ്ടുപേരും നോർമലി എങ്ങനെയായിരുന്നു? ഇവര് രണ്ടുപേരും നോർമലി ഇങ്ങനെ ഇരുന്ന 2 സ്ട്രാൻഡാണ്. അതിനെ ഹെലിക്കേസ് വന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ഇങ്ങനെ അങ്ങ് അൺവൈൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ റിമെമ്പർ ദാറ്റ് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു റീജിയനിൽ ഹെലിക്കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഒരു ഫോർക്കിൻ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഈ ഒരു ഫോർക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ ഒരു അൺവൈൻഡിങ് തന്നെയാണ്. സോ അൺവൈൻഡിങ്ങിൽ ഹെലിക്കേസ്, what helicase do? The enzyme DNA helicase breaks the hydrogen bond between the complementary bases. So complementary bases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNA. സോ ഈ DNAയിൽ there will be a lot of what? Nitrogenous bases. So adenine will always pair with thymine and guanine will always pair with cytosine. Okay, so ഈ ഒരു സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയോണ്ടേയിരിക്കും. സോ അഡിനിൻ നെക്സ്റ്റ് അഡിനിൻ ആണെങ്കിൽ വീണ്ടും അടുത്തത് എന്തായിരിക്കും? തൈമിൻ ആയിരിക്കും. ഈ രീതിയിൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഹോൾ സ്ട്രാൻഡിങ് ഇങ്ങനെ നമുക്ക് ആന്റി പാരലൽ ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഹെലിക്കേസ് വന്ന് ആക്ട് ചെയ്ത് അതിനെ അൺവൈൻഡ് ചെയ്യാനായിട്ട് നോക്കി. സോ DNA മോളിക്യൂൾ അൺസിപ്സ്, ഈ റീജിയനെ അൺസിപ്പ് ചെയ്യും ഈ ഒരു റീജിയനിൽ, ആൻഡ് ഇറ്റ് വിൽ ഫോം എ ഫോർക്ക്-ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ ഫോം. ഇനി ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ്? വി നീഡ് RNA പ്രൈമർ. സോ എന്താണ് RNA പ്രൈമർ? ഒരു സ്മോൾ റീജിയൻ ഓഫ് RNA നമുക്ക് എന്തിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണം? DNA റെപ്ലിക്കേഷൻ. സോ ഇത് ആരാണ് സിന്തസൈസ് ചെയ്യുന്നത്? another enzyme called primase ആണ് ഈ ഒരു ഷോർട്ട് RNA പ്രൈമറിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദിസ് ഗിവ്സ് DNA polymerase. DNA polymerase-ന് എന്ത് കിട്ടുന്നു? a starting point to add further nucleotides. സോ ഇങ്ങനെ ഇതിനെ ഫോർക്ക് പോലെ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇതിലേക്ക് പുതുതായിട്ട് നമുക്ക് ആളുകളെ ആഡ് ചെയ്യണം. സോ ഈ പുതുതായിട്ട് ആളുകളെ ഇങ്ങനെ ആഡ് ചെയ്ത് രണ്ടിലും എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴാണ് പിന്നെ നമുക്ക് എന്ത് കിട്ടിയത്? ഈ 2 പാരന്റൽ സ്ട്രാൻഡിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡോട്ടർ സ്ട്രാൻഡുകൾ കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടക്കുന്നു നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പൊ ഈ റീജിയനിലെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സപ്പോസ് ഈ ഒരു എൻഡില് അഡിനൈൻ ആണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ആരെ നമ്മൾ ആഡ് ചെയ്യണം? തൈമിനെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ സൈറ്റോസിൻ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഗ്വാനിനെ ആഡ് ചെയ്യണം. ഇങ്ങനെ ഈ ആഡ് ചെയ്ത് പോകുന്നത് ആരാണ്? DNA പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. സോ ദിസ് DNA പോളിമറേസ്, ഈ DNA പോളിമറേസ് എന്ത് ചെയ്യുന്നു? DNA പോളിമറേസ് ആഡ് ന്യൂ ന്യൂക്ലിയോയിഡ്സ് ടു ഈച്ച് ടെംപ്ലേറ്റ്. ഇത് ഒരു ടെംപ്ലേറ്റ് ആണ്, ഇത് അടുത്തൊരു ടെംപ്ലേറ്റ് ആണ്.
അപ്പൊ ഇതിലോട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോർക്ക് ലൈക്ക് സ്ട്രക്ചറിലോട്ട് ഇവിടെ എല്ലാം ഉള്ള ഈ ഒരു സ്ട്രാൻഡിലുള്ളവർ ഇപ്പൊ എന്താണ് സിംഗിൾ ആയിട്ട് നിൽക്കുകയാണ്. അവർക്കൊക്കെ ആരെ കൊടുക്കണം? പെയർ ചെയ്ത് ആഡ് ചെയ്ത് പോകണം. സോ ഇവിടെ അഡിനിൻ ആണെങ്കിൽ ആരെ ചേർക്കും? തൈമിനെ. ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിനെ. സോ ഈ ഒരു റീജിയൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അതായത് ഈ ഒരു പാരന്റൽ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ 5' to 3' ആണ്. സോ ഇതിന് ആന്റി പാരലൽ ആയിട്ടാണ് ഇനി നമുക്കൊരു സ്ട്രാൻഡ് വരേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ 5' ഇവിടെ എന്തായിരിക്കും? 3' ആയിരിക്കും. സോ ഈ ഒരു സംഭവം വരാനുള്ള കേസ് എന്ന് പറയുന്നത് പോളിമറൈസ് എപ്പോഴും ആക്ട് ചെയ്യുക, DNA പോളിമറൈസ് എപ്പോഴും പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുക 5' to 3' ഡയറക്ഷനിലാണ്. സോ ഈ ഒരു സ്റ്റാൻഡ് ഓൾറെഡി എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പറയാ, അതായത് ഈ റീജിയൻ എൻ്റെ ഇങ്ങനെ ആഡ് ചെയ്ത് പോരണം. സോ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തിലാണ് വരിക? 5' to 3'. ഇത് 5' to 3' ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് 5' to 3' ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റാൻഡിന്റെ ഈ ഒരു പാരന്റൽ സ്റ്റാൻഡിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3' to 5' ഡയറക്ഷനിലാണ്. സോ അതിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 3' to ഇവിടെ എന്താണ് വരിക? ഈ ഒരു റീജിയനിൽ വരിക ഇവിടെ 3' to 5' ഈ ഒരു ഇതിലാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കില്ല? ആ ഒരു രീതിയിൽ ദാറ്റ് ഈസ് 3' to 5' സംഭവിക്കില്ല. പകരം RNA പ്രൈമേസ് എന്ത് ചെയ്യും? RNA നേരത്തെ പറഞ്ഞ പോലെ പ്രൈമേസ് ചെറിയ RNA പീസിനെ ഈ ലീഡിങ് സ്റ്റാൻഡ് പോലെ തന്നെ കൊടുത്തിട്ട് ഇവിടെ ചെറിയ പീസുകളായിട്ടാണ് എന്ത് ഈ ഒരു റീജിയനിൽ ചെറിയ പീസുകളായിട്ടാണ് എന്ത് സംഭവിക്കുക? നമ്മളുടെ റെപ്ലിക്കേഷൻ സംഭവിക്കുക. സോ അതൊരു എന്താണ്? ഇതിന്റെ പോലെ ലീഡിങ് അല്ല, ലാഗിങ് സ്ട്രാൻഡ് ആണ്. സോ ഈ ലാഗിങ് സ്ട്രാൻഡിൽ എന്താണ്? ഷോർട്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. ആൻഡ് ദീസ് ഫ്രാഗ്മെന്റ്സ് ആർ കോൾഡ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. സോ ഈ ബ്രേക്ക് എല്ലാം ഇനി എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് ഇതിനെ ഒന്ന് modify ചെയ്തെടുക്കണം. So that we have another enzyme called DNA ligase. So this DNA ligase will seals the gap between these Okazaki fragments on the lagging strand. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെയും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള DNA സ്റ്റാൻഡ് കിട്ടുന്നു, പുതിയ ഡോട്ടർ സ്റ്റാൻഡ് കിട്ടുന്നു. സോ ഈ ഡയറക്ഷനിലാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത്. അതെല്ലാം എന്തായി? ഇപ്പോ സോൾവ് ചെയ്തോ? ഇവിടെ ഉണ്ടാവുന്ന പാരന്റ് സ്റ്റാൻഡ് 5' to 3' ആണെങ്കിൽ അതിന് ആന്റി പാരലൽ ആയിട്ട് വരുന്ന ഡോട്ടർ സ്റ്റാൻഡ് നമുക്ക് ഈസിലി റെപ്ലിക്കേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് അവിടെ നിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 5' to 3' ആയിട്ട് കണ്ടിന്യൂസ്ലി പോന്നോളും. എന്നാൽ പാരന്റ് സ്റ്റാൻഡിലെ രണ്ടാമത്തെ സ്റ്റാൻഡ് 3' to 5' ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടിന്യൂസ് ആയിട്ട് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി പാരലൽ ആയിട്ടുള്ള ബേസുകൾ ആഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരിക്കലും DNA എന്താവില്ല? 3' to 5' ഡയറക്ഷനിൽ ന്യൂക്ലിയോ ബേസിന് ആഡ് ചെയ്യില്ല. സോ RNA പ്രൈമേഴ്സ് ചെറിയ RNA പ്രൈമേഴ്സ് പ്രൈമർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതില് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? DNA റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സോ അവിടെ ഉണ്ടാവുന്ന ആ ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ലേറ്റർ അവരിൽ ഉണ്ടാവുന്ന ആ ചെറിയ ഗ്യാപ്പ് എല്ലാം ഫിൽഡ് ബൈ DNA ligase. സോ ഫൈനലി ഇങ്ങനെ ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും എല്ലാം ഫോം ചെയ്ത് ഈ രീതിയിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള പ്രൈമേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്തു. സോ ഇതെല്ലാം ചെയ്യുന്നതിന് പുറമെ ഒരു പ്രൂഫ് റീഡിങ് കൂടി നടത്തണം. സോ the same enzyme, that is replicationലെ മെയിൻ എൻസൈം ആയിട്ടുള്ള DNA പോളിമറൈസ് തന്നെയാണ് ഈ പ്രൂഫ് റീഡിങ് നടത്തുന്നത്. റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. റെപ്ലിക്കേഷന്റെ റിസൾട്ട് എന്താണ്? ഈ ഒരു ഇത് 2 പാരന്റൽ സ്ട്രാൻഡ്, അതിൽ 2 ഡോട്ടർ സ്ട്രാൻഡ്, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു പാരന്റൽ സ്ട്രാൻഡും ഇവിടെ ഒരു പാരന്റൽ സ്ട്രാൻഡും മെയിൻറ്റെയിൻ ചെയ്തു. സോ ഫൈനൽ റിസൾട്ട് 5' to 3' ഒരു സ്ട്രാൻഡും 5' to 3' ഒരു സ്ട്രാൻഡും. അങ്ങനെ നമുക്ക് 2 DNA
പുതുതായിട്ട് ഡോട്ടർ സെൽസിൽ കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ എന്തായിരുന്നു ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്? ഡ്യൂറിങ് DNA replication, one strand will be replicated continuously and other strand എന്താണ് discontinuously ആണ് ഉണ്ടാക്കുന്നത്. സോ ഈ ഡിസ്കണ്ടിന്യൂസ്ലി ഉണ്ടാക്കുന്ന സ്ട്രാൻഡിലെ ഓരോ DNA ഫ്രാഗ്മെന്റ്സിനെയും നമ്മൾ എന്ത് പറയുന്നു? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നു. So Okazaki fragments are short sequences between DNA which have gaps and later linked together by DNA ligase to create the lagging strand during DNA replication. So എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? DNA polymerase can only work in the direction of 3' to 5' എന്ന് പറയുന്ന ഒറ്റ ഇതിലേ പോകാൻ പറ്റും, അതിന് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. In the lagging strand, the sequence starts from 5' to 3', hence the DNA polymerase has to work section by section, which create gaps between Okazaki fragments. So ഇതാണ് നമ്മളുടെ DNA റെപ്ലിക്കേഷന്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രാൻഡിൽ യു ക്യാൻ സീ ഹിയർ ഹെലിക്കേസ് ആക്ട് ചെയ്തിട്ട് അതിനെ അൺവൈൻഡ് ചെയ്തു. ആൻഡ് മോസ്റ്റ്ലി ഈ അൺവൈൻഡ് ചെയ്ത ഓരോ സ്ട്രാൻഡിലും യു ക്യാൻ സീ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഇത് വന്ന് ബൈൻഡ് ചെയ്ത് നോക്കും. സോ ദാറ്റ് ഈ അൺസിപ്പ് ചെയ്ത റീജിയൻസ് പിന്നീട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും ബൈൻഡ് ചെയ്യില്ല, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ. ദാറ്റ് ഈ ഒരു റീജിയനിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ്ലി DNA കോംപ്ലിമെന്ററി ബേസ് പെയർസ് ആഡ് ചെയ്ത് പോവും. ഇവിടെ എന്താണ്? ഡിസ്കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് 5' to 3', 5' to 3' ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, ദാറ്റ് ഈസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ റെപ്ലിക്കേഷൻ നടത്തുന്നത്. ഫൈനലി ഇതിനെ തമ്മിലെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് DNA ഈ ഒരു സ്ട്രാൻഡിനും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ, നമ്മൾ ഇതിൻ്റെ ഒരു ഡയറക്ഷനും പിക്ചറായി. സോ ഇതിൽ എൻസൈം മെയിൻ ആയിട്ട് വന്നത് ഹെലിക്കേസ് വന്നു, പിന്നെ പ്രൈമർ ആഡ് ചെയ്യാൻ RNA പ്രൈമേസ് വന്നു. പിന്നെ നമ്മൾ കണ്ട പോലെ ലീഡിങ് സ്ട്രാൻഡിലും ലാഗിങ് സ്ട്രാൻഡിലും DNA പോളിമറൈസ് ആണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ കൂടി ഈ പോളിമറൈസിന് തന്നെ ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ലീഡിങ് സ്ട്രാൻഡിൽ അത് ഡെൽറ്റയും ലാഗിങ് സ്ട്രാൻഡിൽ അത് ആരാണ്? എപ്സിലോണും ആണ്. ഓക്കെ, സോ പിന്നെ നമുക്ക് ഹെക്സോന്യൂക്ലിയസ്, അതിനെ നമ്മൾ DNA പോളിമറൈസ് 1 എന്ന് പറയും. ഇവരാണ് ആ പ്രൈമർ ആദ്യം ജോയിൻ ചെയ്ത ആ പ്രൈമറിനെ എല്ലാം റിമൂവ് ചെയ്യുന്നത്. പിന്നെ DNA ലൈഗേസ് ആണ് ഈ ഒരു നമ്മളുടെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്തത്. ഇനി റോങ് ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ സം ന്യൂക്ലിയസസ് ആർ ഓൾസോ ദർ. സോ ഇപ്പൊ നമ്മൾ DNA, ക്രോമസോം, ജീൻ എല്ലാം ഏറെക്കുറെ കണ്ടു. അതായത് നമ്മളുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ഒത്തിരി ക്രോമസോംസ് ഉണ്ട്. ഹ്യൂമൻസ് ആയതുകൊണ്ട് 23 ക്രോമസോം. ഈ 23 ക്രോമസോമിലും DNA ഉണ്ട്. ഈ DNAന്റെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ചെറിയ സെഗ്മെന്റ് ആയാൽ പോരാ, അത് ഒരു കറക്റ്റ് ഒരു ഫങ്ഷൻ കൂടി ചെയ്യണം. സോ എ ജീൻ ഇസ് എ സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് DNA that contains the information needed to make a functional product, usually a protein or a functional RNA. സോ ഒരു പ്രോട്ടീനോ RNAയോ ഇവരുണ്ടാക്കാം. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ജീനിനും അതിൻ്റെ ഒരു എന്തുണ്ടാവും? ഒരു ആൾട്ടേർഡ് ഫോംസ് ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് a gene found on one chromosome in a pair usually has the same locus as another gene in other chromosome of the pair, and these two genes are called alleles. ഒരു ജീനിന്റെ തന്നെ alternative forms ആണ് എന്ത്? allele എന്ന് പറയുന്നത്. So alleles are alternate forms of the same gene. ഇനി ഫംഗ്ഷൻ എന്താണ് ജീനിന്റെ? നമ്മളുടെ ജനറ്റിക് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കൺട്രോൾ ചെയ്യുന്നു, ദെൻ പ്രോട്ടീൻ സിന്തസിസ്. എപ്പോഴും ഒരു പ്രോട്ടീൻ ആയിട്ടാണ് സെല്ല് ഫംഗ്ഷൻ ചെയ്യുക, ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഐദർ ഇറ്റ് വിൽ ബി സ്ട്രക്ചറൽ ഓർ ഇറ്റ് വിൽ ബി ഫങ്ഷണൽ പ്രോട്ടീൻ. പിന്നെ നമ്മളുടെ എല്ലാ മെറ്റബോളിക് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോസസ്സിനെയും ഇത് റെഗുലേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ജീനിൽ നമുക്ക് പറയാനുള്ള രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കലും മോഡേണുമാണ്. സോ വാട്ട് ഈസ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ മുന്നേ
20th സെഞ്ച്വറിയിൽ ഒരു നമ്മളുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആണ്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് ജീൻ വാസ് കൺസിഡേർഡ് ആസ് എ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങളെ വഹിക്കുന്ന ഒരു യൂണിറ്റ്, അങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനെ, ജീനിനെ. സോ ദിസ് a small invisible particle that control single trait and is transmitted from parent to offspring. സോ ഇതിൽ അവർ പറയുന്നത് പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്ങിലേക്ക് എന്തോ ഒരു സംഭവം പോകുന്നുണ്ട് നമ്മളുടെ ട്രേറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർ ജസ്റ്റ് ഒരു യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ആയിട്ടാണ് പറഞ്ഞത്. സോ അതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത് ജീൻ ഒരു യൂണിറ്റ് ഓഫ് ഫങ്ഷൻ ആണ്. ഓൾസോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. പിന്നെ ഈച്ച് ജീൻ കൺട്രോൾസ് വൺ ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി കാണുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഒരു ജീന് ഒരു ഫിനോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം ഇതാണ് തരാന്നുള്ളതൊക്കെയാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് പറയുന്നത്. ബട്ട് ഇതിന് ഒറ്റ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം പിന്നീടുള്ള റിസർച്ച് എന്ത് കണ്ടുപിടിച്ചു, സം ജീൻസ് പ്രൊഡ്യൂസ് മോർ ദാൻ വൺ പ്രോഡക്റ്റ്. ഒരു ജീന് ഒരു പ്രോഡക്റ്റ് മാത്രമല്ല തരുന്നത്, ഒത്തിരി പ്രോഡക്ട്സ് തരുന്നുണ്ട്. പിന്നെ ജീൻസ് ക്യാൻ ബി സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യാം എന്നുള്ളൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ഇനി എന്താണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ജീൻ? അക്കോർഡിംഗ് ടു മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ജീൻ, a gene is a segment of DNA that codes for functional product, either a polypeptide means protein ആവാം അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ RNA ആവാം. അപ്പോൾ ഇതിന് കുറച്ചും കൂടി മോളിക്കുലാർ ബയോളജി റിലേറ്റ് ചെയ്തിട്ട് DNA-ലോട്ട് ഒത്തിരി ഇറങ്ങി വന്നു. മറ്റേ എന്തോ ഒരു ഹെറിഡിറ്ററിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ് മാത്രമാണ് വെച്ചിരുന്നത്. സോ ഇത് പ്രകാരം ജീനിൽ എന്തുണ്ട്, കോഡിംഗ് റീജിയൻസും ഉണ്ട്, നോൺ കോഡിംഗ് റീജിയൻസും ഉണ്ട്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എന്താണ്, ജീൻ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് പ്രകാരം ജീനിന്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെ കോഡ് ചെയ്യാനുള്ള റീജിയൻസും ഉണ്ട്, കൂടാതെ നോൺ കോഡിംഗ് ആയിട്ടുള്ള കുറച്ച് റീജിയൻസും ഉണ്ട്. സോ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ DNA that contains information for the synthesis of a functional product. Okay, so single gene may produce multiple products through alternative splicing. Splicing എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു DNA നമ്മള് ട്രാൻസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രോട്ടീൻ ആവുന്നതിന്റെ മുന്നേയുള്ള കുറച്ച് മോഡിഫിക്കേഷൻ ആണ് ശരിക്കും സ്പ്ലൈസിങ്ങിലെല്ലാം വരുന്നത്. സോ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടെല്ലാം നമുക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് എന്താണോ ആ ഒരു ഡയറക്ഷനിൽ വിചാരിച്ചത് അത് കൂടാതെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറെ റിസൾട്ട് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ജീൻ എന്ന് പറയുന്നത് അതിന്റെ തന്നെ പല റീജിയൻസ് ലൈക്ക് പ്രൊമോട്ടേഴ്സ്, എൻഹാൻസേഴ്സ്, സൈലൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഈ ജീനിന്റെ എക്സ്പ്രഷന് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാൻ വിചാരിച്ചത് അതിൽ നിന്നും മാറ്റി റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറെ റെഗുലേറ്ററി ഫാക്ടേഴ്സും എല്ലാം ആര് പ്രപ്പോസ് ചെയ്തു, മോഡേൺ ജീൻ കോൺസെപ്റ്റിന്റെ അണ്ടറിൽ പ്രപ്പോസ്ഡ് ആയി. സോ ഇതാണ് ഒരു ജനറ്റിക് കോഡ്. ഇത് നമ്മളിപ്പോ ഹ്യൂമൻസില് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് നമ്മളുടെ DNA ലാംഗ്വേജ് ആണ് എന്ത് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ അകത്ത് തന്നെ നമ്മളുടെ ജനറ്റിക് കോഡ്, ഇപ്പൊ നമുക്കൊരു DNA ഇവിടെ ഇത് RNA ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും RNA, DNA എന്തായിരിക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. സോ എനി ഹൗ ഈ ഒരു നൈട്രോജീനിയസ് ബേസുകള് നമ്മൾ 3 ബേസുകൾ ചേർന്നിട്ടാണ് ഒരു കോഡോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോഡോൺ ഈസ് എ സീക്വൻസ് ഓഫ് 3 ബേസസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് ഇൻ mRNA. mRNA എന്ന് പറയാൻ കാരണം DNAക്ക് ട്രാൻസ്ക്രിപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ RNA ഫോം ചെയ്യും. സോ ആ ഒരു സംഭവമാണ് ഇനിയൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ അതിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള അമിനോ ആസിഡിനെ എല്ലാം ഉണ്ടാക്കുന്നത്. സോ എനി ഹൗ കോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നൈട്രോജീനിയസ് ബേസസ് അല്ലെങ്കിൽ 3 ബേസസ് ചേർന്നിട്ട് ആണ് ഒരു കോഡോൺ ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഏതാണ് സ്റ്റാർട്ട് കോഡോൺ, AUG വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് കോഡോൺ ആണ്. സ്റ്റോപ്പ് കോഡോൺ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു പോസിബിലിറ്റി ആണ് ഏതൊരു ഓർഗാനിസത്തിലും ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ ഏതാളായാലും ബാക്ടീരിയ ആയാലും ഹ്യൂമൻ ആണെങ്കിലും ഒക്കെ
ഇത്രയും പോസിബിലിറ്റീസ് ആണ് നമ്മളുടെ ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്താലും നമുക്ക് കിട്ടാം. അറൌണ്ട് 64 കോമ്പിനേഷൻസ് ഉണ്ട് ഇത്. അതിൽ തന്നെ അവര് ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി അമിനോ ആസിഡ്സ് പല കോമ്പിനേഷനിൽ വരുമ്പോഴാണ് നമുക്കൊരു പ്രോട്ടീൻ കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു കോഡോണിന്റെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 64 ആണ് ഇൻ ടോട്ടൽ. അതിൽ 3 സ്റ്റോപ്പ് കോഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ റീജനറസി, മോർ ദാൻ 1 കോഡോൺ മേ കോഡ് ഫോർ ദ സെയിം അമിനോ ആസിഡ്. അത് ഇവിടെ തന്നെ നമുക്ക് കാണാം. ഒന്നിലധികം കോഡോണുകൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡിന് വേണ്ടി കോഡ് ചെയ്യുന്നു. പിന്നെ യൂണിവേഴ്സാലിറ്റി, സെയിം കോഡ് ഈസ് യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസം. ചില ഓർഗാനിസത്തിന് മൈറ്റോകോൺട്രിയയിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. ദെൻ നോൺ ഓവർലാപ്പിംഗ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഡോൺ കണ്ടില്ലേ, ഇവിടെ CGG, അടുത്തത് AGC ആണ്. എന്തുകൊണ്ട് ഇനി അടുത്തൊരു കോമ്പിനേഷനിൽ ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് CGA വായിച്ചുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കോഡില്ല. കോഡ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മളൊരു പൊസിഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്, കോമോലെസ് ആണ്. സോ ഇതാണ് നമ്മുടെ ബേസിക് ജനറ്റിക് കോഡിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ദെൻ ഇൻട്രോൺസ് എന്താണ്, എക്സോൺസ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. മോഡേൺ കോൺസെപ്റ്റ് പ്രകാരം ഒരു ജീൻ എന്ന് പറയുന്നത് പക്കാ അത് കംപ്ലീറ്റ്ലി കോഡ് ചെയ്യാനുള്ള റീജിയൻ മാത്രമല്ല കാണുന്നത്, നോൺ കോഡിംഗ് ആയിട്ടുള്ള കുറച്ച് റീജിയൻസ് കൂടി ഉണ്ട്. സോ എക്സോൺസ് എന്ന് പറയുന്ന റീജിയൻസ് എന്താണ്, കോഡിംഗ് സീക്വൻസസ് ആണ് ദാറ്റ് റിമെയിൻ ഇൻ ദ മെച്ചുർ mRNA ആൻഡ് കോഡ് ഫോർ പ്രോട്ടീൻ. ഇത് നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ്. ആൻഡ് ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോൺ കോഡിംഗ് സീക്വൻസസ് ദാറ്റ് ഇന്ററപ്റ്റ് ദ കോഡിംഗ് ജീൻ. കോഡിംഗ് ജീൻസിന്റെ ഇൻബിറ്റ്വീൻ ആയി കാണുന്ന നോൺ കോഡിംഗ് റീജിയൻസ് ആണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ജീൻസ് studied at molecular level, scientists found that eukaryotic genes are not continuous അല്ല, കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന ജീൻസ് അല്ല ഉള്ളത്. ജീൻസിൽ നോൺ കോഡിംഗ് ആയിട്ടുള്ള ഇൻട്രോൺ ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു സെൻട്രൽ ഡോഗ്മ. ഒരു സെല്ലിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. സോ DNAന്റെ റെപ്ലിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ DNAക്ക് നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് DNA ട്രാൻസ്ക്രിപ്ഷൻ. അത് നിന്നാണ് നമുക്കൊരു RNA കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ mRNA എന്നെല്ലാം പറയും. സോ ഈ RNA കുറെ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ഒരു RNA ന്നും നമുക്ക് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാക്കാം. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ പ്രോട്ടീൻ നമ്മളുടെ സെല്ലിന്റെ സ്ട്രക്ചറിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സെല്ലിനകത്ത് ഒത്തിരി ഫങ്ഷൻ ചെയ്യുന്ന എൻസൈംസോ ഹോർമോൺസോ ഇങ്ങനെയുള്ള ഫങ്ഷൻസും ആവാം ചെയ്യുന്നത്. എനി ഹൗ ഒരു DNA-ന്റെ അകത്ത് നിന്നും ഫൈനലി നമുക്ക് കിട്ടുന്നത് ഒരു പ്രോട്ടീൻ ആണ്, ഇങ്ങനെയുള്ള കുറെ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞിട്ട്. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള ജീൻസും ക്രോമസോംസും DNA-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ.